എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? ഓ നല്ല വിശേഷം. നാളെ ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. നാളെ ഇപ്പം എന്താ പരിപാടി? വൈകുന്നേരം നമുക്ക് എണ്ണി തീരില്ല, അത് രാവിലെ തന്നെ 10 മണിയാകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഏതാണ്ട് ഒരു കുറച്ചൊക്കെ. അപ്പോൾ മറ്റേ എണ്ണല്ലല്ലോ, അപ്പോൾ ഇതല്ലേ യന്ത്രമല്ലേ, പെട്ടെന്ന് കോർപ്പറേഷനല്ലേ നമ്മുടെ കോർപ്പറേഷൻ്റെ. നിങ്ങളുടെ ഡിവിഷൻ്റെ ആരും മത്സരിച്ചു? ഞങ്ങളുടെ ഡിവിഷനിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ ഇവിടെ ആരാന്നറിയോ? അഡ്വക്കേറ്റല്ല. അഡ്വക്കേറ്റ് തന്നെയാ. ഓ പേര് വില്ലി. പിന്നെ ഇടതിൻ്റെ ഒരു നന്ദകുമാറും, പിന്നെ BJP ഒരു മധു. നാളെ അറിയാം ആരാണ് എവരാണെന്ന് എന്താന്നൊക്കെ. ശരി. പിന്നെന്താ താത്തനായിരുന്നു സ്ക്രീൻ കുറേ ഇങ്ങനെ. അപ്പോഴേ നമുക്കിന്ന് കുറച്ച് പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടോ? പാട്ടുകൾ അറിയാം. പാട്ടിൻ്റെ 2 വരിയല്ലേ 3 വരി പാടാം. അപ്പോൾ വരുന്നവരോട് നമുക്കത് ഏത് സിനിമയിലത്തെ പാട്ടാണെന്ന് ചോദിച്ചു. അറിയില്ലെങ്കിൽ നമുക്ക് പറയാം, പറഞ്ഞു കൊടുക്കാം. കണ്ടോ കണ്ടോ കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, അതല്ല ആ ഒരു പാട്ടില്ലേ നമ്മുടെ, എന്താ അവളുടെ പേര് മറന്നു, ദിലീപല്ലേ ഈ പാട്ട് കണ്ടോ കണ്ടോ കടല്, അതുമല്ല പിന്നെ വേറൊരു കണ്ടോ കണ്ടോ ഉള്ള ഒരു പാട്ടില്ലേ? വേറൊരു കണ്ടോ കുറെ കണ്ടോ ഉണ്ട്. അതെനിക്കറിയില്ല. അതുണ്ടല്ലോ ഏതാന്നറിയോ? ഐറ്റം വേറെ. അതില് അവര് പറയുന്ന അതാണോ കാണുന്നത്? ഞാൻ കാണാറില്ല, ഇടയ്ക്ക് നമ്മുടെ ഈ മൊബൈലിൽ കാണുന്നതിനല്ല, ഞാനൊന്നും കാണാറില്ല. ഗിരീഷ് കുമാർ വന്നിട്ടുണ്ട്. ഗിരീഷ് കുമാർ ആ സമയം നോക്കിയെത്തുക അങ്ങനെ. എന്താ ഈ ഗിരീഷ് കുമാർ നാളല്ലേ? നിങ്ങൾക്ക് ഇന്നലെല്ലായിരുന്നു ഇലക്ഷൻ? ഞങ്ങൾക്ക് ഇന്നലെയായിരുന്നു. കുറച്ച് തിരുവനന്തപുരത്തൊക്കെ 9-ാം തീയതി കണ്ടു കഴിഞ്ഞല്ലോ. ഏതാ പാട്ട് പറഞ്ഞേ? കരിമിഴി കുരുവിയെ കണ്ടില്ല, കേട്ടില്ല, ഈ എന്നോടൊന്നും മിണ്ടിയില്ല, കണ്ടില്ല, കേട്ടില്ല. ഇതേത് സിനിമയിലെയാണെന്ന് പറയണം. വെരി ഫേമസ് ഫിലിം. ഏത് സിനിമയിലാണ് അറിയുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ നേരത്ത് നമുക്ക് അത് കിട്ടുകയില്ല. അങ്ങനെയാണ്. സ്കൂളിലെ കുട്ടികളൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞ പോലെ പിള്ളേർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ. അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് പഴയ പാട്ടൊക്കെ അറിയാം. നമ്മള് ടൂറൊക്കെ പോകുന്ന സമയത്തൊക്കെയാണ് പിള്ളേർക്ക് ഇത് എത്ര അറിവുണ്ടെന്ന്. നമ്മൾ വിചാരിക്കും നമ്മുടെ കാലത്തെ പാട്ട് നമുക്കേ അറിയുള്ളൂ. അതൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പരിപാടിക്ക് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്, ഒക്കെ പഴയ പാട്ടുകളൊക്കെ എടുത്ത് ഇങ്ങനെ. അതെ അതെ, കുഞ്ഞു പിള്ളേരുകളൊക്കെ. അതെ, മറ്റേ ഗിരീഷ് കുമാർ ഉത്തരം തന്നിട്ടുണ്ട്. കൈയടിച്ച് കയ്യവിടെ ഗിരീഷ് ശരിയാണ് ഉത്തരം. ഗിരീഷിന്റെ ഉത്തരം കറക്റ്റാണ്. മീശ മാധവൻ എന്ന ഫേമസ്. അതിനേരം ഞാൻ ദിലീപിന്റെ സിനിമയിൽ ഞാൻ ചോദിച്ചത് അതുകൊണ്ടല്ലേ മനസ്സിലായില്ല. അത് നിങ്ങൾ അങ്ങനെ ചോദിച്ചു ദിലീപിന്റെ സിനിമയിലേ ചോദിച്ചു. മീശമാധവനാന്ന് അത് ഓർമ്മയുണ്ടായില്ല. ദിലീപിന്റെ ആന്ന് മാത്രം ഓർമ്മയുണ്ടായിരുന്നു അല്ലേ? ആണല്ലോ അത് അഭിനയിച്ച പടത്തില് എന്നുള്ളത് അങ്ങനെ ഒരു ഓർമ്മ. പിന്നെ ശരി, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല. അപ്പൊ ഇത് ഏത് സിനിമയിലെയാണ്? ഗിരീഷ് പറഞ്ഞോളൂ. അറിയില്ലല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അറിഞ്ഞാലും കൂടി ചിലപ്പോൾ ആ സമയത്ത് ഒന്നും കിട്ടില്ല. ലിമിക്ക് ഓർമ്മ വരുന്നുണ്ടോ? ലിമി പറയൂ. കണ്ടു കണ്ടു കണ്ടില്ല.
അല്ല പിന്നെ പറയാം അല്ലേ ക്രിസ്മസിനത്തെ പരിപാടി ഒന്നും വിചാരിച്ചിട്ടില്ല. ക്രിസ്മസിന് കൊച്ചു വരും. പക്ഷെ എന്നാ വരിക അധികം വരിക 23 വരും. എന്നിട്ട് ഇത് ജനുവരി 2-നോ 3-നോ ഒക്കെ പോകും. 3-4 ശരി. അത് കേട്ടെ കേട്ടു കേട്ടു കേട്ടില്ല ഞാൻ നിങ്ങളെ അല്ല ഗിരീഷ് ഇതിലേക്കിട്ടുണ്ടല്ലോ മീശം അല്ല അതൊക്കെ കമന്റാ. അത് തന്നെ ഇട്ട കമന്റാ അത്. അപ്പൊ അത് പറയാം. പവി എന്നാണ് എന്താണ് ദിലീപിന്റെ പേര്. ഇപ്പൊ ഈ പാട്ടിരുത്ത പവി. ഉദയതെന്നറിയോ അവള് നവ്യ നായരെ കൂടിയിട്ടുള്ള സിനിമയാണല്ലോ. ഓ മറന്നല്ലോ. നവ്യ നെടുമുടി നവ്യ ഉണ്ട്. പിന്നെ പേര് മറന്നു ഗിരീഷ്. അത് ഞാൻ പറഞ്ഞത് നന്നായിട്ട് പറഞ്ഞു. മീശമാധവനല്ല നവ്യയും ഉണ്ട്. നവ്യ ദിലീപ്. ഓ അവന് പാചകക്കാരനായിട്ട് ചരിവൊക്കെ ഇങ്ങനെ തുളത്ത്. അത് മീശമാധവനില്ല, പാചകക്കാരനായിട്ട് മീശമാധവന്റെ കള്ളനല്ലേ. മനസ്സിലായി പറയണ അത് മനസ്സിലായി. എന്താണ് ഒക്കെ ആയിട്ടൊക്കെ ഇഷ്ടം ആ സിനിമയുടെ പേരോ കണ്ടില്ല എന്നുള്ളത് ഇഷ്ടം എന്നുള്ള സിനിമയില. പിന്നെ പറയാ ബാക്കി. അപ്പോൾ കൈകൊട്ടു പെണ്ണെ കൊട്ടും കുരയിട്ട് കൊഞ്ചും കളയിട്ട് കൈകൊട്ടു കൈകൊട്ട് പെണ്ണെ കൊഞ്ചും മലയിട്ട് കൈകൊട്ട് ഒരുപാടും കുട്ടനും ആ പാട്ട് ഏത് സിനിമയിലാണ്? പിന്നെ കൽപ്പന പോലീസ്. പുള്ളിക്ക് പേര് കിട്ടുന്നില്ല അല്ലേ? സിനിമയുടെ പേര് കിട്ടുന്നില്ല അല്ലേ? ഓ നെടുമുടി കരുമാടി കുട്ടനല്ല? അതെ, കറക്റ്റ് ആണ്. കരുമാടി കുട്ടന. കൺഗ്രാജുലേഷൻ. കരുമാടിക്കുട്ടനിലെ കൽപ്പന പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൽപ്പന അതില് അങ്ങനെ വെച്ചാൽ എനിക്ക് ഫിലിം എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞതാണല്ലോ. കറക്റ്റ് ആണ്. ഗിരീഷ് 2 ഉത്തരം പറഞ്ഞു. അടുത്തത് കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ മനസ്സിനുള്ളിൽ ഞാൻ ചിരിപ്പുണ്ടേ കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ നൃത്തപ്പെട്ട് ഞാനൊരു മുന്താഴ്ച വന്നേനടി. ഇതൊരാവൃത്തിയാട്ടോ. അതൊന്നും എത്തിയിട്ടില്ല. ഏത്? അത് ഇഷ്ടത്തിലാണ്. മറ്റേത് കറുത്ത പെണ്ണ ഇഷ്ടത്തിലല്ല കേട്ടോ. മറ്റേ നേരത്തെ പറഞ്ഞത് ഇഷ്ടമാണ്. കറുത്ത പെണ്ണ അതിനേക്കാളൊക്കെ ഫേമസ് ആയിട്ടുള്ള ഫിലിമില്ല. ഡിങ്കിരി പട്ടാളം. ശരിക്കും പറഞ്ഞ ഉറക്കം വരിക.
എനിക്ക് ഭയങ്കര ഉറക്കമാണ്. ഉറക്കമില്ലാതെ ഞാൻ ഉറക്കം. അപ്പോൾ കറുത്ത വെണ്ണ എന്നുള്ളത് നമ്മുടെ മോഹൻലാൽ ശോഭനയുടെ എവർ ഹിറ്റ് തേന്മാവിൻ കൊമ്പത്ത് ആ സിനിമയിലെ ഒരു ഗാനമാണ്. ആ